പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൂടി ഈ കർത്താവിൻ്റെ സ്നേഹവും കൃപയും സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ, ഈ കർത്താവ് നല്ലവൻ നിരൂപിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദാവീദ് പറയുന്ന പോലെ, ആമേൻ, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ആവശ്യത്തെക്കാളൊക്കെ വലിയവൻ യേശുവാണ്. എല്ലാ പ്രതികൂലത്തെക്കാളും, എല്ലാ സങ്കടത്തെക്കാളും, എല്ലാ വിഷയത്തെക്കാളും വലിയവൻ യേശുവാണ്. ആ യേശു നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല, തകർന്നു പോകത്തില്ല. ആമേൻ. ഒരു വിഷയത്തിനും നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. കാരണം യേശുവാണ് നിന്റെ പക്ഷത്തുള്ളത്. ആമേൻ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ കേൾക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുന്നു. ആമേൻ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെയും ഒരുക്കുന്നു. ആമേൻ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും വെറുതെയായി പോകത്തില്ല. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിന്റെ പ്രാർത്ഥനകൾ അറിയുന്നൊരു കർത്താവ്, നീ ആ വിഷയം നീ അറിയുന്നതിന് മുമ്പേ അറിയുന്നൊരു കർത്താവ്, അറിയുക മാത്രമല്ല ആ വിഷയത്തിന് അവൻ പോക്കുവഴിയും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടിരിക്കണം, നിരാശപ്പെടരുത്. നിരാശകൾ കയറി വരാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് സങ്കടവും നിരാശകളൊക്കെ കയറി വരാം. പക്ഷേ അതിനന്നേരെ കുടഞ്ഞു കളയണം. കുടഞ്ഞു കളഞ്ഞിട്ട് പറയണം, യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട് എന്ന് ധൈര്യത്തോടെ ആമേൻ ദൈവസേനയിൽ പറയണം. പ്രൈസ് ലോർഡ്. വചനം അങ്ങനല്ലേ പറയുന്നത്? ആകയാൽ ദൈവം എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ധൈര്യത്തോടെ ആമേൻ പറയാം എന്നല്ലേ വചനം പറയുന്നത്. പ്രൈസ് ലോർഡ്. ധൈര്യത്തോടെ ഇരിക്കണം. നമ്മുടെ തുണ യേശുവാണ്, നമ്മുടെ പക്ഷത്ത് ഉള്ളത് യേശുവാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആമേൻ പരാജയപ്പെട്ടു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ആമേൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി ഒരു വചനം വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. സോ വചനം ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. പ്രൈസ് ദി ലോർഡ്. സോ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വചനം ഇതാണ്. നിങ്ങളുമായി സംസാരിക്കാൻ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വചനം ഇതാണ്. ഒന്നുകൂടെ വായിക്കാം. ആമേൻ. എഫേസ്യർ 4:20 ഇങ്ങനെ പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ. കണ്ടോ? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. പ്രൈസ് ദി ലോർഡ്. സോ ഇന്ന് ഇതിനകത്ത് ഈ ഒരു ഭാഗം മാത്രം എടുത്ത് കർത്താവിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. സോ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ, ആമേൻ, കേവലം ആമേൻ ഒരു രക്ഷയുടെ അനുഭവത്തിൽ വരിക മാത്രമല്ല ചെയ്തത്. ആമേൻ. ദൈവവചനം പറയുകയാണ്, ആമേൻ, അവൻ്റെ പുനരുദ്ധാന ശക്തി, ആമേൻ, യേശുവിൽ വ്യാപരിച്ച പുനരുദ്ധാന ശക്തി കൃപയാൽ എൻ്റെ നിങ്ങളുടെ അകത്ത് അവൻ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, ആമേൻ, സാധാരണക്കാരും എന്നെ കേൾക്കുന്നില്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഈ വചനം ശ്രമിക്കുമ്പോൾ, ആമേൻ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? ആമേൻ. ഞാൻ വീണ്ടും ഓർപ്പിക്കാം, നിങ്ങൾ സാധാരണ മനുഷ്യനല്ല, സാധാരണക്കാരനല്ല. ആമേൻ. സാധാരണക്കാരനെ പോലെ തോന്നുമായിരിക്കുമെങ്കിലും എൻ്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ പുനരുദ്ധാന ശക്തിയാണ്. ആമേൻ. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന
സകലത്തെയും തകർക്കുന്ന, ആമേൻ, കല്ലറകളെ ഭേദിക്കുന്ന, മരണപാശങ്ങളെ അഴിക്കുന്ന, ആമേൻ, ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപയാൽ എൻ്റെയും നിങ്ങളുടെയും അകത്ത് ഇന്ന് പകൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടി അല്ല ആമേൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരു സാധാരണ വിശ്വാസിയായി, ഒരു സാധാരണ പ്രാർത്ഥനക്കാരനായി, എപ്പോഴും കണ്ണുനീരും കരച്ചിലും, എപ്പോഴും പ്രൈസ് ലോർഡ് ആമേൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചും ഒക്കെ നടക്കുന്ന ഒരു സാധാരണ വിശ്വാസിയായി ജീവിക്കാൻ വേണ്ടി അല്ല എൻ്റെ കർത്താവ് എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ, ദൈവത്തിൻ്റെ ആഗ്രഹം, ആമേൻ, എൻ്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആമേൻ ഞാനും നിങ്ങളും അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി, അത്ഭുതങ്ങളിൽ ജീവിക്കുന്നവരായി ആമേൻ കർത്താവ് നമ്മളെക്കുറിച്ച് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയേണ്ടെന്നല്ല പറഞ്ഞത്. ആമേൻ. മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ആമേൻ. ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി നിന്റെ അകത്ത് ദൈവം എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ നീ ആരാണ്? യേശു നിനക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ആമേൻ. നീ കേവലം ഒരു കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സാധാരണ വിശ്വാസിയായിട്ടിരിക്കാൻ വേണ്ടി അല്ല ആമേൻ ദൈവം നിന്നെ വീണ്ടും ജനിപ്പിച്ചത്. കർത്താവ് നിന്നെ വീണ്ടും ജനിപ്പിച്ചത്, വിളിച്ചതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞാനൊരു വാക്കിലൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് 2 കൊരിന്ത്യർ ആമേൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ പ്രൈസ് ലോർഡ് 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ ആമേൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ആമേൻ ഞങ്ങളാകുന്ന മൺപാത്രത്തിൻ്റെ അകത്താണ് ആമേൻ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി, പ്രൈസ് ലോർഡ്, മരണപാശങ്ങളെ അഴിച്ച, മരണത്തെ ജയിച്ച ആമേൻ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങളുടെ കഴിവുകൊണ്ടോ, ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ, ഞങ്ങളുടെ വിശുദ്ധ ആമേൻ ജീവിതത്തിൻ്റെ കൂടുതൽ കൊണ്ടോ പ്രൈസ് ലോർഡ് സംഭവിച്ചതല്ല. പൗലോസ് പറയുകയാണ്, കൃപയാലാണ് ആമേൻ ഞങ്ങളുടെ മേൽ കർത്താവ് അത്യന്ത ശക്തിയെ നിക്ഷേപിച്ചിരിക്കുന്നത്. ആമേൻ. ആമേൻ. പൗലോസ് പറയുകയാണ്, ആമേൻ ഞങ്ങളെന്ന ഈ മൺകൂടാരത്തിൻ്റെ അകത്താണ് പ്രൈസ് ലോർഡ് ഈ അത്യന്ത ശക്തിയെ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇതിൻ്റെ കൂടെ ആമേൻ ഒരു ചരിത്രവും കൂടി വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഒരു നല്ലൊരു ആരാധനയും നല്ലൊരു പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പൗലോസിനെയും ശീലാസിനെയും ആമേൻ പിടിച്ച് കാരാഗൃഹത്തിനകത്താക്കി. നമ്മൾ ഒത്തിരി മെസ്സേജ് കേട്ടിരിക്കുന്ന, ഞാനും ഒത്തിരി പ്രസംഗിച്ചിരിക്കുന്ന, പ്രൈസ് ലോർഡ് ഒത്തിരി വായിച്ചിരിക്കുന്ന, ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആരാധനയുടെ ചരിത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്ക്, പൗലോസിനെയും ശീലാസിനെയും ആമേൻ കാരാഗൃഹത്തിനകത്താക്കിയിട്ടിരിക്കുക. ആമേൻ. എന്തിനാ അവരെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? അവർ മോഷ്ടിച്ചതുകൊണ്ടല്ല, അവർ കള്ളം ചെയ്തുകൊണ്ടല്ല, അവൻ ആരെയും പിടിച്ചു പറിച്ചതുകൊണ്ടല്ല, ആമേൻ തെറ്റായ പ്രവർത്തനം ചെയ്തുകൊണ്ടല്ല. വചനം പറയുകയാണ്, സുവിശേഷം പ്രസംഗിച്ചു, സുവിശേഷ നിമിത്തം യേശുവിനെ അവൻ ഉയർത്തിയ നിമിത്തം, പ്രൈസ് ലോർഡ് യേശുവിൻ്റെ വീര്യപ്രവർത്തികൾ ചെയ്ത നിമിത്തം വേദപുസ്തകം പറയുകയാണ്, പൗലോസും ശീലാസും ആമേൻ കാരാഗൃഹത്തിൻ്റെ അകത്തായി. ആമേൻ ചുമ്മാതെ കൊണ്ട് വെച്ചതല്ല, അവരെ ആക്കിയതല്ല. ആമേൻ ചരിത്രം പറയുകയാണ്, വചനം പറയുകയാണ്, അവരെ അടുപ്പിച്ചു, ഒത്തിരി അവരെ അടിച്ചു. അവൻ്റെ വസ്ത്രമെല്ലാം മാറ്റി അവൻ കൈയും കാലും ഒക്കെ ആമത്തിലിട്ട് മുറിപ്പെടുത്തി, നിന്ദിക്കപ്പെട്ട്, ഹല്ലേലൂയ, അവൻ തകർത്ത്, പ്രൈസ് ലോർഡ് അവരെ കാരാഗൃഹത്തിൻ്റെ അകത്ത് അവൻ കൈയും കാലും ആമത്തിലിട്ട് അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്നെ അതൊരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആമേൻ ഞാനത് കാണുകയാണ്. പൗലോസും ശീലാസും സുവിശേഷ നിമിത്തം, ദൈവനാമ നിമിത്തം, സുവിശേഷം പ്രസംഗിച്ച നിമിത്തം അവരെ അടിച്ച് മറ്റ് തടവുകാരുടെ കൂടെ ആമേൻ അവരെ കൈയും കാലും ആമത്തിലിട്ട് അവരെ കാരാഗൃഹത്തിൻ്റെ അകത്ത് അവരെ ഇട്ട് വെച്ചിരിക്കുക. ആമേൻ. അവരുടെ അവസ്ഥ നോക്കി, അടിയേറ്റു,
ശരീരം മുഴുവൻ മുറിപ്പെട്ടു, വേദന അനുഭവിച്ചു. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടു, ഇല്ലേ? നിന്ദിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവര് തകർന്ന് ക്ഷീണാവസ്ഥയിൽ ക്ഷീണിച്ചവരായി. അവരെ കാരാഗൃഹത്തിനകത്ത് ആമേൻ ചുമ്മാ ഇടുകയല്ല, കാലും കൈയൊക്കെ കെട്ടി, കൈയൊക്കെ ചങ്ങലക്കിട്ട് കാലാമത്തിനകത്തിട്ട് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആമേൻ അവരെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. ഞാനിത് വായിച്ച സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറഞ്ഞത്, അവരുടെ കൈ ചങ്ങലയും കാല് ആമത്തിലും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ബന്ധിക്കപ്പെട്ടവരായി അവർ ആ കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ആമേൻ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നവരാണോ? ഹല്ലേലൂയ. കൈയും കാലും ചലിപ്പിക്കാൻ പറ്റാതെ, കാല് ചലിപ്പിക്കാൻ പറ്റാതെ, നിങ്ങൾക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ, ആമേൻ, എന്തൊക്കെയോ ഇതിനെ ബന്ധിച്ച്, എന്തൊക്കെയോ ഇതിനെ പിടിച്ചൊതുക്കി, ആമേൻ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ഹല്ലേലൂയ, സ്വസ്ഥതയില്ലാതെ, ഹല്ലേലൂയ, ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ ഇന്ന് പകൽ ദൂത് കേൾക്കുന്നത്? ആമേൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഈ ചങ്ങലയ്ക്കോ അവന് കാലിൽ വീണ ആമങ്ങൾക്കോ, പ്രൈസ് ലോർഡ്, ആമേൻ, ഒരു അഭിഷിക്തനെ പിടിച്ചു കെട്ടുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. ആമേൻ, ദൈവത്തിന്റെ ശക്തമേറിയ സാന്നിധ്യം. പ്രൈസ് ലോർഡ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ അറിയാം, അതിശക്തമേറിയ ദൈവ സാന്നിധ്യം ആമേൻ ചില ഭവനങ്ങളിൽ, ചില വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ, നീ ആയിരിക്കുന്ന ചില തടവറകളെ, ആമേൻ, നീ ആയിരിക്കുന്ന ആമേൻ ചില ബന്ധനങ്ങളെ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത വിധം, പ്രൈസ് ലോർഡ്, നിന്നെ പിടിച്ചൊതുക്കിയിരിക്കുന്ന, പിടിച്ചു കെട്ടിയിരിക്കുന്ന, ആമേൻ, എങ്ങോട്ടും വിടാൻ പറ്റാതെ, ചലിക്കാൻ പറ്റാതെ, മുന്നേറാൻ പറ്റാതെ പുറകോട്ട് വലിക്കുന്ന ഏതോ ചില ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടിമാറുന്ന അനുഭവം ആമേൻ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ, നീ ഫ്രീ ആവട്ടെ, നീ ഫ്രീ ആവട്ടെ. ആ ബന്ധനം അഴിയട്ടെ, ആ ചങ്ങല അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അവന് ചിന്തിച്ചിട്ടില്ലാത്ത ആമേൻ ദൈവപ്രവൃത്തി ഇന്നു പകൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കൈ ചങ്ങലയിലിട്ട്, കാലാമത്തിലിട്ട് അടിയേപ്പിച്ച് അവർക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ ആരോ എന്നെ കേൾക്കുന്നു. നിങ്ങൾ പറയും, വേറെ ആമേൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആമേൻ, ഒന്ന് ആരാധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം എതിരാണ്, എല്ലാ വാതിലും അടഞ്ഞാണ് ഇരിക്കുന്നത്, എല്ലാ മനുഷ്യരും എതിരാണ്. പ്രൈസ് ലോർഡ്. എല്ലാ സാഹചര്യങ്ങളും എതിരാണ്. ആമേൻ, ആമേൻ, സന്തോഷമില്ല, സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുകയാണ്, പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, അവർ പാടി, അവർ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. പൗലോസും ശീലാസും എന്തിനാ പാടിയേ? അവരെന്തിനാ പ്രാർത്ഥിച്ചത്? നോക്കിയേ, പൗലോസിന്റെയും ശീലാസിന്റെയും അനുഭവത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നെങ്കിൽ നമ്മൾ പാടുമോ? നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മളെപ്പോഴും പരാതി പറയുന്നവരായി നമ്മുടെ ജീവിതത്തെ ശപിച്ച്, അവസ്ഥയെ ശപിച്ച്, സാഹചര്യങ്ങളെ ശപിച്ച്, ദൈവത്തെയും പള്ളു പറഞ്ഞ്, ഇല്ലേ, നമ്മൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ നോക്കിയ, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച, യേശുവിന്റെ വെളിപ്പാട് പ്രാപിച്ച അപ്പസ്തോലന്മാര് അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ വേദനയിലും, ആ നിന്ദയിലും, ആ പരിഹാസത്തിലും, ആ ബന്ധനത്തിലും അവരെന്നാ ചെയ്തെന്നറിയാമോ? അവർ പാടി, അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, ആമേൻ, നീ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്, നീ പറയും വേറെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല, പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യവുമില്ല. ആമേൻ. എല്ലാം എനിക്ക് അഗൻസ്റ്റ് ആണ്, എല്ലാ വാതിലും അടഞ്ഞായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രാർത്ഥിക്കാനോ പാടാനോ ഒരു സാഹചര്യമില്ല എന്ന് പറയുവാണെങ്കിലും ഞാൻ പറയട്ടെ, മനഃപൂർവ്വമായി, ഈ വാക്ക് ഏറ്റെടുത്തത് മനഃപൂർവ്വമായി നീ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, പ്രാർത്ഥിക്കുന്നവനെ തടയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല കേട്ടോ. അവൻ പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ അവൻ തടയാൻ, അവൻ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം നീ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോടല്ല, നീ പ്രാർത്ഥിക്കുന്ന ഒരു സാമുദായിക നേതാവിനോടല്ല, നീ പ്രാർത്ഥിക്കുന്നത് അവൻ സർവശക്തനായ അവൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. മറന്നു പോവരുത്. ആമേൻ. സുനോയ്ക്ക് പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ
പ്രാർത്ഥിക്കാൻ അവർക്കൊന്നുമില്ല, ഒരു സാധ്യതയുമില്ല, ഒരു സാഹചര്യവുമല്ല പ്രാർത്ഥിക്കാനുള്ളത്. എന്ത് കണ്ട് പ്രാർത്ഥിക്കാൻ? ആമേൻ. അവരിങ്ങനെ വിചാരിച്ചോ? ആമേൻ. പൗലോസ് ശീലാസിനോട് പറഞ്ഞു, ശീലാസേ, ആമേൻ, നീ കണ്ടോണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇപ്പൊ ചങ്ങലഴിയും, ഇപ്പൊ കാരകരം കുലുങ്ങും എന്നവര് പറയാൻ അതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യമായിട്ടാ അല്ലേ അങ്ങനെ ഒരു കാരകരം കുലുങ്ങിയത്. ആമേൻ. അവർക്കറിയത്തില്ല കാരകരം കുലുങ്ങുമോന്ന്, അവർക്കറിയത്തില്ല ചങ്ങല അഴിയുമോ എന്ന്. ചങ്ങല അഴിയാൻ വേണ്ടി അല്ല അവർ പ്രാർത്ഥിച്ചത്, കാരകരം കുലുങ്ങാൻ വേണ്ടി അല്ല അവർ പ്രാർത്ഥിച്ചത്. ആമേൻ. അവർക്ക് പൗലോസിന് ഒന്നറിയാം, ആമേൻ, ഞാൻ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇന്ന് ഈ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ചങ്ങല വഹിക്കുന്നെങ്കിൽ, ഇന്ന് ഇനി അടി ഏൽക്കുന്നെങ്കിൽ, എനിക്കറിയാം ഇതിന്റെ അവസാനത്തിന് വേണ്ടിയല്ല, ഇതിന്റെ അകത്ത് എൻ്റെ ദൈവത്തിന് എന്തോ ഒരു വീര്യപ്രവൃത്തി ചെയ്തെടുപ്പാനായിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചേ. ഈ ചങ്ങലയും ഈ കാരാഗ്രഹവും ഈ അടിയും ഈ നിന്ദയും ഈ പരിഹാസവും, ആമേൻ, നിന്റെ നാശത്തിന് വേണ്ടിയല്ല, നിന്റെ അവസാനത്തിന് വേണ്ടിയല്ല. ആമേൻ. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്, ആമേൻ, നിന്നെ ചിലത് തെളിയിച്ച് കാണിക്കാനായിട്ടുണ്ട്. നിന്നെ മാത്രമല്ല, മറ്റുള്ളവരെയും. ആമേൻ. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിക്കുന്നവർ ഞാൻ ഒത്തിരി ആത്മാവിൽ ബലപ്പെടാറുണ്ട്. പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയാണ്, ഇല്ലേ? അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു. ആമേൻ. വേണമെങ്കിൽ ആ കാരണത്തിൽ നിന്ന് പരാതി, രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും പരാതി പറയാം. വേണേ പറയോ, ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ടാ ഇങ്ങനെയൊക്കെയായി തീർന്നത്, അവളെ ആ ഭൂതത്തെ ശാസിക്കണ്ടായിരുന്നു, ആമേൻ, പയ്യെ അവിടുന്ന് മാറിയാൽ മതിയായിരുന്നു, ആമേൻ, അങ്ങനെ നമുക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് എന്നാ ചെയ്യാം? ആ കാരാഗ്രഹത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഒക്കെ അവർക്ക് ഇരിക്കാമായിരുന്നു. പക്ഷേ അവരൊരു കാര്യം തീരുമാനിച്ചു കാണും, സാഹചര്യങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും കീഴ്പ്പെട്ടു കൊടുക്കത്തില്ല. ആമേൻ. പൗലോസ് പറയുമായിരിക്കും ശീലാസിനോട്, ശീലാസെ, പുറമേ നമ്മൾ അടിയേറ്റിരിക്കുന്നത്, നമ്മുടെ വേദനകളെല്ലാം പുറമെയാ, അവർക്ക് പിടിച്ചു കെട്ടാൻ പറ്റും നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ. പക്ഷേ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ മുറിപ്പെടുത്താനോ അകത്തെ മനുഷ്യനെ പിടിച്ചു കെട്ടാനോ ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും കഴിയത്തില്ല. അതുകൊണ്ട് പുറമേയുള്ളവൻ ബന്ധിക്കപ്പെട്ടാലും അകമേയുള്ളവൻ, ആമൻ, ബലവാനായി ബലത്തോടെ ആമൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേൻ. ഇന്ന് ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, അവൻ തളർന്നിരിക്കരുത്. ഒരു വിഷയം കൊണ്ട് തളർന്നിരിക്കരുത്. ഒരു പ്രതികൂലവും കണ്ട് തളർന്നിരിക്കരുത്. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് നീ തളർന്നിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകലത്തെയും കുടഞ്ഞു കളഞ്ഞുകൊണ്ട്, ആമേൻ, നീ എഴുന്നേൽക്കേണ്ട സമയമാണിത്. ഇത് നിന്റെ എഴുന്നേൽപ്പിന്റെ സമയമാ, ദൈവ പ്രവൃത്തിയുടെ സമയമാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കാരാഗ്രഹത്തിനും ഒരു ചങ്ങലയ്ക്കും ഒരു മാനുഷിക നിയമങ്ങൾക്കും അവൻ പ്രാർത്ഥിക്കുന്ന, പാടുന്ന, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ പിടിച്ചൊതുക്കാൻ സാധിക്കത്തില്ല. അവന്റെ പ്രാർത്ഥനയിൽ, അവന്റെ ആരാധനയിൽ, അവന്റെ സ്തോത്രത്തിൽ, അവന്റെ സ്തുതിയിൽ, ആമേൻ, തകർന്നു വീഴാത്ത ഒരു ജെരീഹോ കോട്ടയും ഇല്ലെന്ന് ആമേൻ മറന്നു പോവരുത്. ആമേൻ. നീ എന്തിനാ വിഷയം കണ്ട് പേടിക്കുന്നത്? നീ എന്തിനാ സാഹചര്യം കണ്ട് പേടിക്കുന്നത്? നീ എന്തിനാ മനുഷ്യന്റെ വാക്ക് കേട്ട് പേടിച്ചൊളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെ വിളിച്ചവൻ മനുഷ്യനല്ല, നിന്നെ വിളിച്ചവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർക്ക് പറയുന്നത്, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ദൈവത്താൽ അത്ര അപ്പോസ്തലനായ പൗലോസ്. ആ ചങ്കത്ത് കൈവച്ച് പറഞ്ഞു, എന്നെ കർത്താവാ വിളിച്ചത്, എൻ്റെ ഉടയോൻ എൻ്റെ യേശുവാ, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്. ആമേൻ. എൻ്റെ തലയിലെ മുടി പോലും കൊഴിയുന്ന അറിയുന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് കടന്നു പോണ ഈ സാഹചര്യവും അപ്പൻ അറിയാതെ അല്ല കേട്ടോ, അപ്പൻ അനുവദിച്ചത്. ആമേൻ. സംഗീതക്കാരൻ പറയുന്ന പോലെ, യുദ്ധത്തിനായിട്ട് എൻ്റെ വിരലുകളെയും പോരിനായി എൻ്റെ കരങ്ങളെയും, അല്ലേ, പ്രൈസ് ദി ലോർഡ്, അവൻ അഭ്യസിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിച്ചേ, ആ പരാതി പറച്ചിലൊക്കെ നിർത്തി പ്രാർത്ഥിച്ചേ, ആ സങ്കടം പറച്ചിലെല്ലാം നിർത്തി പ്രാർത്ഥിച്ചേ, ദൈവസ്ഥനിൽ ഇരുന്നേ. ഞാൻ പറയട്ടെ, ദൈവസ്ഥനിൽ മുഴങ്കാൽ മടക്കുന്നവൻ ലോകത്തിൽ എങ്ങും മുഴങ്കാലും അടക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല.
ദൈവസ്ഥനിൽ കരയുന്നവനാണെങ്കിൽ പുറമേ നീ കരഞ്ഞു നിൽക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ. യെസ്, നിനക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നിട്ടില്ലേ? പ്രശ്നങ്ങളുണ്ടെന്നേ, പ്രതികൂലം ഉണ്ടെന്നേ, കയ്യും കാലും ആമത്തിലാന്നേ, അടിയേറ്റിരിക്കുകയാന്നേ, തകർന്നിരിക്കുകയാണേ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹമാണ്, ആര് വെടിവെക്കും അറിയത്തില്ല, ആരും ഞങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് വരും അതറിയത്തില്ല. പക്ഷേ ഒന്നറിയാം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരു പരാജയപ്പെട്ട ദൈവമല്ല. അവൻ ഈ തടവറയ്ക്കകത്തും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു യേശുവാണ്. ആ യേശുവിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അവർക്കൊരു തൻ്റെടമുണ്ടായിരുന്നു. റബാല ശബ്ദര പ്രബനത്തിൽ. ആമേൻ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, തടവറകൾ പൊളിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മനുഷ്യൻ കെട്ടിയ ചങ്ങലകൾ, മനുഷ്യന് കിട്ടുന്ന ചങ്ങലകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ പൊളിയാൻ ഞാൻ കൽപ്പിക്കുകയാണ്. In the name of Jesus. ആമേൻ. അവർ പാടി ഇല്ലേ? അവരെന്ത് പാട്ടായിരിക്കും പാടിയത്? പ്രൈസ് ദി ലോർഡ്. നമുക്കടിന്ന് പാടാൻ ഒത്തിരി പാട്ടുകളുണ്ട്, പക്ഷെ അവർക്ക് എന്ത് പാട്ടാണ് ഉള്ളത്? ഞാൻ വിശ്വസിക്കുന്നു അവരാത്മാവിൽ പാടി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്കിന്ന് പാടാൻ ഒത്തിരി കൃപയാൽ ഒത്തിരി അഭിഷിക്തന്മാർ ഒരുപാട് പാട്ടുകൾ എഴുതി അവിടെ ഇന്ന് തന്നിട്ടുണ്ട്. നമുക്കിത് പാടി ആരാധിക്കാൻ ഒത്തിരി പാട്ടുണ്ട്. പക്ഷെ അന്ന് അവരെന്തായിരിക്കും പാടിയേ? ഞാൻ വിശ്വസിക്കുന്നു അവരന്യഭാഷയെ പാടിക്കാണും, അവരാത്മാവിൽ പാടിക്കാണും. ആമേൻ. കാരണം അവർക്കറിയാം, ശബ്ദന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമേറെ ദൈവ സാന്നിധ്യം ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. മുറിപ്പെട്ടവനെ, ഹൃദയത്തിൽ മുറിപ്പെട്ടവനെ, ശരീരത്തിൽ മുറിപ്പെട്ടവനെ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ഇന്ന് പകൽ സ്വർഗം തുറക്കാൻ പോവുകയാണ്. നീ തകർന്നാണോ ഇരിക്കുന്നത്? ഈ വചനം കേൾക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവനായി, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവളായി, തകർന്നവനായി, പ്രൈസ് ദി ലോർഡ്, ആരും സഹായിക്കാനാതെ മുറിപ്പെട്ടവനായി, മനുഷ്യന്റെ വാക്കുകൾ നിന്നെ മുറിപ്പെടുത്തിയെങ്കിൽ, മനുഷ്യന്റെ വാക്കുകൾ നിന്നെ മുറിപ്പെടുത്തിയെങ്കിൽ, നീ മുറിപ്പെട്ടായിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി മാത്രമായി ഒരു ദൈവ പ്രവൃത്തി നടക്കുന്ന ഒരു പകലാ. ശബ്ദരാ ജഗനാരികടേ രീബലോട് അവര് പ്രാർത്ഥിച്ചു, അവര് പാടി, അവർ ദൈവത്തെ വാഴ്ത്തി. എന്നാ സംഭവിച്ചത്? താട്ട് വായിക്കുമ്പോൾ അവയെ കാണുവാൻ സാധിക്കുന്നതെന്ന് അറിയുമ്പോൾ പ്രൈസ് ലോർഡ്, അവരുടെ ചങ്ങല അഴിഞ്ഞു. ഇവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം തടവുകാർ നോക്കിക്കൊണ്ടിരിക്കുക. അവരെന്താ നോക്കിയേ? അവർ വിചാരിച്ചു ഇവന്മാർക്ക് വട്ടായോ. ശരിയാ, ചിലപ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോഴത്തേക്ക് നിന്റെ ചാർച്ചക്കാർ, ബന്ധുക്കാർ കയറി ഇവന് വട്ടായോ. എടാ, അവന് വലിയ പ്രശ്നമാണ്, അവന് വലിയ കടമ, അവന് വലിയ തകർച്ചയാണ്, വലിയ വിഷയങ്ങളാണ്. എന്നാൽ അവന് പാട്ടിനും പ്രാർത്ഥനയ്ക്കും ഒരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. അവരോട് നീ പറയണം, ആമേൻ, നീ കാണാത്ത പലതും കണ്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ആമേൻ. നീ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് എന്നെ തടവറയായിരിക്കും കാണുന്നത്. നീ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് എൻ്റെ ശരീരത്തെ മുറിവുകളായിരിക്കും കാണുന്നത്. നീ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ആമേൻ എൻ്റെ കയ്യിലെ ചങ്ങലകളായിരിക്കും കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ കാണാത്തതൊന്ന് ഞാൻ കണ്ടോണ്ടാണ് നടക്കുന്നത്. അല്ലേ? തടവുകാർ നോക്കിക്കൊണ്ടിരിക്കുക. അവരെന്താ നോക്കി? അവർ നോക്കിയപ്പോഴത്തേക്കടാ, നമ്മളെപ്പോലല്ലേ ഇവന്മാരും അടിയേറ്റത്, നമ്മളെപ്പോലല്ലേ ഇവർ ബന്ധിക്കപ്പെട്ടത്, നമ്മളെപ്പോലല്ലേ ഇവർ തടവറയ്ക്കകത്ത് കിടക്കുന്നത്. ഇവന്മാർക്ക് എന്താ ഇത്ര സ്പെഷ്യൽ? നീ സ്പെഷ്യലാകട്ടോ. ഹല്ലേലൂയ. അവർ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ആമേൻ. അവർ നോക്കി അവരുടെ കൂടെ തന്നെ സ്തോത്രം പറഞ്ഞെന്നാണോ? അവരുടെ കൂടെ തന്നെ കൂട്ടായ്മ ആചരിച്ചെന്നാണോ? ഞാൻ വിശ്വസിക്കുന്നത് അവർ കളിയാക്കി കാണും. അർദ്ധരാത്രിയും വട്ടന്മാര് എന്തായി കാണിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന, പ്രാർത്ഥിക്കുന്ന, കൈയടിക്കാൻ പോകുന്ന, സ്തോത്രം പറയുന്ന നിന്നെക്കുറിച്ച് ആൾക്കാർ അങ്ങനെ പറയുന്നില്ലേ? ഒരു പ്രാർത്ഥനക്കാരൻ പോണു, ഒരു പ്രാർത്ഥനക്കാരി പോണു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. ഈ തടവറയിലുള്ള മുഴുവൻ പേരും ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ലേ? എന്താ നോക്കിയത്? ഇവന്മാർക്ക് എന്തോ കുഴപ്പം പറ്റി. പ്രൈസ് ദി ലോർഡ്. അതാ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? പക്ഷെ എന്നാ പൗലോസും ശീലാസാറിന്റെ മുമ്പിൽ ആമേൻ ആ ചങ്ങലയൊക്കെ ഒന്ന് കുലുക്കി ഒരു മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി അവരത് ഒരാത്മാവിൽ പാടി, അവരാത്മാവിൽ ആരാധിച്ചു. ഊറാബാല ശംബര പ്രഭന. ഹല്ലേലൂയ. അവരാത്മാവിൽ പാടി, അവരാത്മാവിൽ ആരാധിച്ചു. പ്രിയമുള്ളവരെ, നിന്റെ പുറമെയുള്ളവനെ പിടിച്ചു കിട്ടുവാൻ ഈ ലോകത്തിന് കഴിയത്തും. നിന്റെ അകമയുള്ളവനെ പിടിച്ചു കിട്ടുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടല്ലേ വചനം പറയും, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയേണ്ടവന് നിന്റെ അകത്തൊരു പവർ സ്വർഗം തന്നിട്ടുണ്ട്. നിനക്കറിയാമോ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിന്നെ മറ്റുള്ള ലോക മനുഷ്യർക്ക് പേടിയ, പിശാചിന് പേടിയ. അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും പോരാട്ടം. അതുകൊണ്ടാണ് മനുഷ്യൻ നിന്നോട് ഇത്രയും എതിരിടുന്നതിൻ്റെ കാരണം നിന്റെ കുഴപ്പം കൊണ്ടല്ല. നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം എന്നാന്ന്, നിന്റെ അകത്തിരിക്കുന്ന വിളി എന്നതാന്ന് അവനിൽ വ്യാപരിക്കുന്ന പിശാചിനറിയാം. അതുകൊണ്ടാണ് നിന്നോട് പോരാടുന്നത്, അതുകൊണ്ടാണ് അതിനോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്, അതുകൊണ്ടാണ് നിന്നെ ഒറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ടാണ് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. നീ മിണ്ടാൻ പോകണ്ട. ആമേൻ. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, അവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു പൗലോസ്, ഞാനതിങ്ങനെ ആത്മാവിൽ ഇപ്പോഴും കാണുകയായിരുന്നു. അവരൊക്കെ ഒന്ന് കുലുക്കി അനക്കി അവരന്യഭാഷനായ അവർ പാട്ടുപാടി അവരാരാധിച്ചു. പ്രൈസ് ലോർഡ്. അവരാരാധിച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത്? ആമേൻ. അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണല്ലേ. ഹല്ലേലൂയ. അവരുടെ ആരാധനയെ, അവരുടെ പ്രാർത്ഥനയെ അവനെ തടവറയ്ക്ക് ഒതുക്കാൻ പറ്റിയില്ല. പ്രൈസ് ലോർഡ്. ആ തടവറയ്ക്ക് ഒതുക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ, ആരാധിക്കുന്നവൻ്റെ അവന് ആ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാൻ ആ തടവറയ്ക്ക് പോലും സാധിച്ചില്ല. അവൻ, ഞാൻ വിശ്വസിക്കുന്നു അവരുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്താൽ. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നില്ല, അവർ പ്രാർത്ഥിക്കുകയും അവർ ആരാധിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് അവരെ വിടുവിച്ചെന്ന് നമ്മളവിടെ വായിച്ചില്ല. വായിച്ചോ? ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. ആ സമയത്ത് പത്രോസ് തന്നെ കൊല്ലുവാൻ ഭാവിച്ചത് തലേ രാത്രിയിൽ വചനം പറയുകയാണ്, ഒരു ദൂതൻ വന്ന് പത്രോസിനെ വിടുവിച്ചുകൊണ്ട് പോയി. അല്ലേ? ദൂതന്മാരുടെ ഇടപെടൽ അപ്പോസ്തലത്തിൽ പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഈ തടവറയിൽ ഇവിടെ ദൂതൻ വന്നില്ല. ഇവിടെ യേശുവിൻ്റെ ശബ്ദം കേട്ടില്ല. ഇവിടെ യേശു മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തില്ല, അയച്ചില്ല. പ്രൈസ് ലോർഡ്. അവിടെ എങ്ങനെയാ അത്ഭുതങ്ങൾ സംഭവിച്ചത്? അതാ നമ്മൾ മുമ്പേ വായിച്ചത്, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയേണ്ടവന് നിന്റെ അകത്തൊരു പവറുണ്ട്. ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞേ നീ ഒരു സാധാരണക്കാരനല്ലെന്നേ. നീ ഒരു സാധാരണക്കാരനല്ല. നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. നീ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. ആമേൻ. നീ ഒരു ദേശത്ത് ചെന്നാൽ, ഒരു രാജ്യത്ത് ചെന്നാൽ, ഒരു സ്ഥലത്ത് ചെന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ആ ദേശത്ത് ആമേൻ മിറക്കിൾ സംഭവിക്കും. നിന്റെ അകത്ത് ഒരു അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ട്. ആമേൻ. ഓ, പ്രൈസ് ഗോഡ്. അവിടെ വേറെ ഇടപെടലൊന്നും കാണാനായിട്ട് ഒക്കത്തില്ല, അല്ലേ? ആമേൻ. അവർ അഭിഷേകത്തിൽ നിറഞ്ഞ് അവരാത്മാവിൽ ദൈവത്തെ സ്തോത്രം ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചത്? ആമേൻ. അവരുടെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു. അവരുടെ മാത്രമാണോ അഴിഞ്ഞത്? കളി കാണാൻ ഇന്നവരുടെയും കൂടെ ചങ്ങല അഴിഞ്ഞു. ഇന്നെ പലരും പരിഹസിക്കുന്നില്ലേ? പലരും നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നില്ലേ? അവരുടെയും വിടുതൽ ദൈവവേദനയിലെ നിന്റെ കയ്യിലെ കർത്താവ് തന്നിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കാതെ അവന്റെ ചങ്ങല അഴിയത്തില്ല. നീ പ്രാർത്ഥിക്കാതെ അവന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതല്ല ഇവിടെ സംഭവിച്ചത്. പൗലോസും ശീലാസും പാടി ആരാധിച്ചു. അവരുടെ ചങ്ങല അഴിയുക മാത്രമല്ല, അത് കണ്ടോണ്ട് നിന്നവൻ്റെയും കൂടെ ചങ്ങല അഴിഞ്ഞു. 2, അടിസ്ഥാനം, തടവറയുടെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ലോർഡ്. ആമേൻ. ചരിത്രത്തിൽ ആമേൻ തടവറയെ ആരും പ്രാർത്ഥിച്ചു കുലുക്കിയിട്ടില്ല. ആമേൻ. ചരിത്രത്തിൽ തടവറയുടെ അടിസ്ഥാനങ്ങൾ ആരുടെയും ആരാധനയിൽ ആമേൻ തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. ജെരിഹോ കോട്ട ആമേൻ തകർന്നു വീണു ആരാധനയിൽ. അതിനുശേഷം ആമേൻ പുതിയ നിയമത്തിൽ പ്രാർത്ഥിച്ചു അവർ ആരാധനയിൽ ഒരു തടവറയുടെയും അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടില്ല. ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി കർത്താവ് ചില ചരിത്രങ്ങൾ സൃഷ്ടിക്കും. ആമേൻ. ഒന്ന് ബലപ്പെട്ടെ. നീ എന്ന് റീഖമാന ശംദര റിയാന്ധന എന്ന് പറയുമ്പോൾ മറ്റൊരു കളിയാക്കുമായിരിക്കും, മറ്റൊരു നിന്നെ വെറുക്കുമായിരിക്കാം, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് അതും ഇതും പറയുമ്പോൾ നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. നീ മറുപടി പറയാൻ പോകണ്ട. ആമേൻ. നിനക്ക് വേണ്ടി ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു യേശു ഇന്നു പകലും ജീവിക്കുന്നു. ആമേൻ. ചങ്ങലഴിഞ്ഞു, അടിത്തറ കുലുങ്ങി. തന്നെയല്ല, ഇവരെ ആരാണോ പീഡിപ്പിച്ചത്, ആരാണോ അടിക്കാൻ ഏൽപ്പിച്ചത്, ആരാണോ നേതാവായി നിന്ന് ഇവരെ അടിക്കലാന്ന് പറഞ്ഞ് ഇല്ലേ ആക്കി വെച്ചത്, ആ കാരാഗ്രഹ പ്രമാണി അവനെ ഇതറിയാമോ? ഇവരെ മുട്ടുമടക്കി വീഴുക.
ഇപ്പൊ വിളിക്കുന്നതിന് അറിയാമോ? യജമാനന്മാരെ. നേരത്തെ വിളിച്ചത് വേറെ വല്ല ഭാഷയായിരിക്കും. കള്ളന്മാരെന്നും അതാന്നും ഇതാന്നും ഒക്കെ ആയിരിക്കാം വിളിച്ചത്. ആമേൻ. നോക്കിയ സീൻ തിരിയുകയാണ്. ആമേൻ. സീൻ തിരിയുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ചരിത്രം തിരിയും. ഇന്ന് നിന്നെ പരിഹസിക്കുന്നവര്, ഇന്ന് നിന്നെ കളിയാക്കിയവര്, നിനക്കെതിരെ സംസാരിക്കുന്നവര്, നാളെ നിന്നെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ഒരു ദിനം വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ആര് പുകഴ്ത്തിയാലും വാഴ്ത്തിയാലും നല്ലത് പറഞ്ഞാലും അതിലൊന്നും വീണു പോകരുത്. മനുഷ്യന് ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയുന്നവർ. ഹല്ലേലൂയ. പക്ഷെ നോക്കിക്കേ, പൗലോസിനെയും ശീലാസിനെ അടിച്ചവരെന്ത് ചെയ്യുക? അവരുടെ മുറിവ് കെട്ടിക്കൊടുക്കുക. ആമേൻ. പൗലോസിനെയും ശീലാസിനെ ഉപദ്രവിച്ചവനായി അവൻ അവരുടെ ശുശ്രൂഷകരായി ഇവനെ അടിച്ചവരൊക്കെ മാറുകയാണ്. ഇല്ലേ? ഒരു റിവൈവൽ ആ കാലഘട്ടത്തിന്റെ അകത്ത് നടക്കുകയാണ്. അവർ മാനസാന്തരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നീ കടന്നു പോകണ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ആമേൻ. നീ നായിരിക്കുന്ന കാരാഗ്രഹത്തിനും ചങ്ങലയ്ക്കും വേദനയ്ക്കും അടിക്കും നിന്ദയ്ക്കും പരിഹാസനും എല്ലാം ദൈവസന്നിധിയിൽ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. അത് നിന്റെ തിന്മയ്ക്കായിട്ടല്ല, നിന്റെ നന്മയ്ക്കായിട്ടത്രേ. ആമേൻ. സോ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവനാണോ? യേശുവാണോ നിന്റെ കർത്താവ്? നിന്റെ അകത്ത് ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ആ അഭിഷേകം ചെറിയൊരു അഭിഷേകമല്ല. കേവലം പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം മാത്രമല്ല, അന്യഭാഷകളുടെ അഭിഷേകം മാത്രമല്ല. അവൻ വചനം പറയുകയാണ്, അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച, മരണപാശങ്ങളെ പൊട്ടിച്ച, കല്ലറകളെ ഭേദിച്ച, ആമേൻ, അതേ പുനരുദ്ധാന ശക്തിയാണ് ഇന്നു പകൽ എൻ്റെയും നിങ്ങളുടെയും അകത്ത് കൃപയാൽ, നമ്മുടെ കഴിവുകൊണ്ടല്ല, മിടുക്കൊണ്ടല്ല, പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, കൃപയാൽ അവൻ എൻ്റെയും നിങ്ങളുടെ മകത്ത് നിക്ഷേപിച്ചിരിക്കുന്നു. ഇന്ന് ശുശ്രൂഷ കൊണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നീ യേശുവിലാരാ? നീ യേശുവിലാരാ? ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വേറെ ഒന്നും വേണ്ട. നിന്റെ അകത്തെ പവർ, ശക്തി, സാന്നിധ്യം, യേശുവിൽ നീ ആരാണ്? ആമേൻ. നീ തിരിച്ചറിഞ്ഞാൽ മതി. നീ ചെല്ലുന്നിടം അവൻ അത്ഭുതങ്ങൾ കൊണ്ട് ആമേൻ നിന്നെ വഴി നടത്താൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, യേശുവിൽ ഞങ്ങൾ ആരാണ് എന്നുള്ള ബോധ്യം, അവൻ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്, അവൻ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, അളവറ്റ ശക്തി, അതിൻ്റെ വലിപ്പമൊന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്, ഭാരത്തിലിരിക്കുന്നവരുണ്ട്, തകർന്നവരുണ്ട്. കർത്താവേ, ശാരീരികമായിട്ടുള്ള മുറിവിനേക്കാൾ ഏറെ വേദനയാണല്ലോ മനുഷ്യന്റെ നാവ് കൊണ്ടുള്ള മുറിവുകൾ. കർത്താവേ, മനുഷ്യന്റെ വാക്കുകളാൽ മുറിപ്പെട്ടവരെന്നെ കേൾക്കും. അപ്പാ, അവർ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് മാറ്റണമേ. അങ്ങ് പറഞ്ഞല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടെ സമീപസ്ഥനാണ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവരെല്ലാം യേശു ക്രിസ്തുവിൽ അനുഗ്രഹമായി മാറട്ടെ, നന്മകൾ അനുഭവിക്കട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ. കർത്താവെ, തകർന്നു പോകാനായിട്ടല്ലല്ലോ നീ ഞങ്ങളെ വിളിച്ചത്. കർത്താവെ, അന്ത്യത്തോളം ജയത്തോടെ നടത്തുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും ദിനം തോറും അവിടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നല്ലൊരു അപ്പായുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു യേശുവുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു നാഥനുണ്ട്, കാന്തനുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു ആശ്രയമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പായെ, അതിന് പ്രാർത്ഥനാവശ്യം അറിയിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഈ അയക്കപ്പെടുന്ന വചനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പ, അങ്ങയുടെ നന്മ കൊണ്ട്, കൃപ കൊണ്ട് അവിടുന്ന് അലങ്കരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഇതിന് മക്കളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ ഇനിയും കർത്താവ് കേൾപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു നല്ലവൻ. അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം അപ്പായിക്ക് അറിയാന്നേ. അപ്പൻ അറിഞ്ഞുകൊണ്ട്, അപ്പൻ്റെ ആഗ്രഹം എന്നറിയാമോ? നീ അതിനെ കുടഞ്ഞു കളഞ്ഞൊന്ന് എഴുന്നേറ്റ് ഒരു ജയാളിയായി നിൽക്കുന്ന കാണാൻ അപ്പൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ആ വിഷയത്തിന് കീഴ്പ്പെട്ടു പോവുക, സങ്കടപ്പെട്ടു പോവുക, കരഞ്ഞു പോവുക, അല്ലേ?
ആ വിഷയത്തെ അയ്യോ എനിക്ക് വന്നല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ. പലപ്പോഴും അങ്ങനെയാ നമ്മളായി പോകുന്നത്. പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അതിനൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ഒന്ന് കൽപ്പിച്ച്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളായിട്ട് തന്നെ കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ വഴികൾ തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ, സൗഖ്യമാവട്ടെ. നിങ്ങൾ കൽപ്പിക്കുക, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ഈ മീറ്റിംഗ് അനുഗ്രഹമാണെങ്കിൽ അനേകർക്ക് ഷെയർ ചെയ്യുക. ആമേൻ. അനേകരെ ഈ ശുശ്രൂഷ പരിചയപ്പെടുത്തുക. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. സോദരൻ.